ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനിസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത്, ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ വെണ്ടയ്ക്കൊക്കെ ഉണങ്ങുമ്പോൾ അപ്പം തന്നെ നമുക്ക് കുഴിച്ചിടാമോ എന്ന്. കുഴിച്ചിട്ടാൽ കിളിച്ച് വരുമോ എന്നുള്ളൊരു ഡൗട്ടാണ് പുള്ളിക്കാർക്ക് ചോദിച്ചത്. അപ്പോൾ ആരാണെന്ന് ഞാൻ പേര് ഓർക്കുന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഈ കാണിക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ വെണ്ടച്ചെടിയിൽ ഒരു വെണ്ടയ്ക്ക ഉണങ്ങി നിന്നു. അത് ഒരാഴ്ചയോളം അതിൽ ഉണങ്ങി നിന്നു കേട്ടോ. എന്നിട്ട് ഞാൻ കരുതി അത് അവിടെ തന്നെ നിന്ന് കുഴിച്ചിട്ട് നോക്കാമെന്ന് കരുതി. അത് പക്ഷേ എല്ലാം കിളിക്കുകയും ചെയ്തു. ആനക്കൊമ്പൻ വെണ്ടയായിരുന്നു. ഇപ്പം കൊമ്പൊക്കെ ഒടിഞ്ഞിരിക്കുക കേട്ടോ. അപ്പം വലിയ കൊമ്പൊന്നുമില്ല, വലിയ കൊമ്പൊന്നുമില്ല വെണ്ടയ്ക്കയ്ക്ക്. അതിൻ്റെ നീളമൊക്കെ കുറഞ്ഞിട്ടുണ്ട്. എന്നാലും വേണ്ടില്ല, നമുക്ക് വലിയ നീളം വേണമെന്നില്ലല്ലോ. ആവശ്യത്തിനുള്ളത് മതി. നമുക്ക് അത്യാവശ്യമുള്ള വെണ്ടയ്ക്ക നമുക്ക് കിട്ടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ആ വെണ്ടയ്ക്കെല്ലാം നല്ലതുപോലെ കിളിച്ച് നിൽക്കുന്നുണ്ട്. നമുക്കൊന്ന് പറിച്ച് മാറ്റിയൊക്കെ നടണം. അപ്പോൾ അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വെണ്ടയ്ക്കയുടെ കാര്യം പറഞ്ഞപ്പോൾ, ചുമന്ന വെണ്ടയ്ക്ക എൻ്റെ ഇല്ല, സംഘടിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഒരു സബ്സ്ക്രൈബറായ സബൂറ തൃശ്ശൂരിൽ നിന്നാണ് കേട്ടോ, കുറേ വിത്തുകളൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ചുമന്ന വെണ്ടയ്ക്കയും ചെടിയുടേതും വളരിപ്പയർ കുറേ അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ. വെണ്ടയ്ക്ക, ചുമന്ന വെണ്ടയുടെ അരി 2 ടൈപ്പ് അയച്ചു തന്നിട്ടുണ്ട്. 2 പാക്കറ്റാണ് അയച്ചു തന്നിരിക്കുന്നതും വെണ്ടയ്ക്കയുടെ തന്നെ. പുള്ളിക്കാരുടെ വീട്ടിലുണ്ടായതും ഒന്ന് കടയിൽ നിന്ന് മേടിച്ചതുമാണെന്നാണ് തോന്നുന്നത്. പിന്നെ അതിൽ വാളരിപ്പയർ, ചെടികൾ, സൂര്യകാന്തിയും ചെണ്ടുമല്ലിയുടെയും സൂര്യകാന്തിയുടെയും വിത്തുകളുണ്ട്. പിന്നെ കുറേ കുമ്പളത്തിൻ്റെ തടിയങ്കായാണെന്ന് തോന്നുന്നു. കുമ്പളത്തിൻ്റെ ഒരു ചേട്ടൻ ടൈപ്പ് ഉണ്ടല്ലോ അത്. പിന്നെ കംപ്ലിയാസ് എന്ന് പറഞ്ഞൊരു നാരങ്ങയും കൂടെ ആണത് അരി. അപ്പം നമുക്കിതെല്ലാം നടണം. അപ്പോൾ ഈ വിത്തിനോടൊപ്പം തന്നെ പുള്ളിക്കാർക്ക് സബൂറ ഒരു കുരുത്തക്കേടുകൂടെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഞാൻ ഇട്ടിരിക്കുന്നതായ ചുരിദാർ പുള്ളിക്കാർക്ക് അതിൻ്റെ കൂടെ അയച്ചതാണ്. അപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ, സത്യം പറഞ്ഞാൽ. കാരണം നിങ്ങളുടെ കമൻറ്റുകൾ വായിക്കുമ്പോൾ തന്നെ എനിക്കറിയാം നിങ്ങളുടെയൊക്കെ സ്നേഹവും സഹകരണവും സപ്പോർട്ടും എന്നെ എത്രമാത്രമൊക്കെ ആക്കിയത് നിങ്ങൾ തന്നെയാണ്. അപ്പം ഞാൻ ഒന്നും അല്ലാത്ത എന്നെ ഇത്രത്തോളം നിങ്ങളാക്കിയില്ല, അത് തന്നെ ഒരു വലിയ കാര്യമാണ്. അപ്പം അത് മാത്രം മതി. എന്നാലും ഒരുപാട് താങ്ക്സ് ഉണ്ട് സബൂറയ്ക്ക്. അപ്പം നമുക്ക് ആ വീഡിയോയിലോട്ട് കടക്കാം. നമുക്ക് വെണ്ടയ്ക്ക ഞാൻ അരി കുഴിച്ചിട്ട രീതിയും ഇനി അതെങ്ങനെയാണ് മാറ്റി നടുന്ന രീതി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. വെണ്ടയ്ക്കയുടെ തൈകളെല്ലാം നമുക്ക് മാറ്റി നടാം. ഇപ്പം വെണ്ടയ്ക്ക ഇപ്പം അരി സുഡോമോണസിൽ കുതിർത്ത് വയ്ക്കണമെന്നോ അല്ലെങ്കിൽ വെള്ളത്തിൽ 4 മണിക്കൂർ കുതിർത്ത് വയ്ക്കണോ ഒന്നുമില്ലെന്ന് മനസ്സിലായില്ല. ഇപ്പം എങ്ങനെ ആയാലും നമുക്ക് വെണ്ടയ്ക്ക വിത്ത് കിളിക്കണമെന്നുണ്ടെങ്കിൽ അത് കിളിച്ച് വന്നിരിക്കും. അപ്പം നമുക്കിനി നടാം. ഇത്രയൊക്കെ ആയുധങ്ങൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ വീട്ടമ്മമാർക്കാണെങ്കിലും വീട്ടച്ഛന്മാർക്കാണെങ്കിലും കൊച്ചു പിള്ളേർക്കാണെങ്കിലും കൃഷി ചെയ്യാനായിട്ട് സാധിക്കും. പച്ചക്കറി കൃഷി ചെയ്യാനായിട്ട് സാധിക്കും. ഇതൊക്കെ മണ്ണ് വെട്ടിക്കോരാനും ഇത് കൊത്തിക്കളയ്ക്കാനും കോരിയൊക്കെ എടുക്കാനും ഒക്കെ നല്ല മണ്ണ് മാന്തി അതിൻ്റെ വിത്തും കളയൊക്കെ പോക്കാനും ഒക്കെ പറ്റിയ സാധനങ്ങളാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് പറിച്ച് നടുന്നതെന്ന് നോക്കാം. അതും തന്നെ ഒരു കൊച്ചു തടം എടുത്തിട്ടുണ്ട്. മണ്ണൊക്കെ ഇളകി കിടക്കുന്ന തറയായതുകൊണ്ട് വലിയ കടയിലൊന്നും ഇവിടെ ഇല്ലെങ്കിലും കുഴപ്പമില്ല. തറഞ്ഞ് കിടക്കുന്ന തറയാണെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ കുത്തി ഇളക്കിയിട്ട് വേണം എന്ത് തൈ നടാനായിട്ട്. അപ്പോൾ ഈ തടത്തിലോട്ട് ഒരു പിടി ആട്ടിൻ കാഷ്ടം എല്ലാം കൂടെ മിക്സ് ചെയ്താണിത്. കുറച്ചിട്ടാൽ മതി. ആട്ടിൻ കാഷ്ടവും ചാണകപ്പൊടിയും ചാരവും എല്ലാം കൂടെ മിക്സ് ചെയ്താണ്. ഒരു സ്വല്പം ജൈവവളം കൂടെ അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഒരു സ്വല്പം മതി. അപ്പോൾ നമ്മൾ തൈയാണല്ലോ നടുന്നത്. അപ്പോൾ അതിനെ നല്ലതുപോലെ ഒന്ന് അറിഞ്ഞു കൊടുക്കാം. അതിൻ്റെ വേരൊക്കെ നല്ലതുപോലെ വന്നത് പല പ്രാവശ്യം ഞാൻ കാണിച്ചിട്ടുള്ളതാണ്. അടുത്തത് എല്ലാ തടവും ഇതേപോലെ നമുക്ക് വളമിട്ട് കൊത്തി വയ്ക്കാം. ഇതെല്ലാം തയ്യാറാക്കി ഇട്ടിട്ട് വേണം നമ്മൾ തൈ പറിച്ചുകൊണ്ട് വരാനായിട്ട്. അല്ലാതെ ആദ്യമേ കൊണ്ട് തൈ അങ്ങ് പറിച്ച് വയ്ക്കരുത്, അത് വാടിപ്പോവും. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, വെണ്ടയിൽ നിന്ന് അന്നേരം തന്നെ പറിച്ച് നമ്മൾ വിത്ത് പാകിയാൽ കിളിക്കുകയോ കിളിക്കത്തില്ലയോ എന്നുള്ളതിൻ്റെ വീഡിയോ ആണിത്. അപ്പോൾ ഇങ്ങനെ ഒരു ചെടി തന്നെ നിന്നത് ഉണങ്ങി നിന്നതിൻ്റെ അരിയെല്ലാം എടുത്തിട്ട് ഞാൻ ഇവിടെ തന്നെ അടുത്ത് തന്നെ പാകി കിളിപ്പിച്ചതാണിത്. ആ വിത്തുകളെല്ലാം കൂടെ കിളിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നമുക്കത് പറിച്ച് മാറ്റി നടണം. അതിന് എങ്ങനെയാണെന്ന് നോക്കാം. അതാണ്ട് ഈ വെണ്ടയിൽ നിന്നാണ് നമ്മൾ വെണ്ടയ്ക്കാരി എടുത്തത്, കണ്ടില്ലേ? ഇത് തന്നെ ഊരി ഞാൻ അപ്പം തന്നെ ഇവിടെ ഇരുന്നപ്പോഴും ഇങ്ങനെ അങ്ങോട്ട് ഇട്ടു. അതങ്ങ് കിളിച്ച് വന്നു. മണ്ണിനടിക്ക് ഇട്ട് കൊടുത്തതേ ഉള്ളൂ. അതെല്ലാം ഒരുമിച്ച് അങ്ങ് കിളിച്ച് വന്നു. അപ്പോൾ നമ്മളിതിപ്പോൾ ഉണക്കി സൂക്ഷിച്ച് 1 മാസമൊന്നും വെച്ചേക്കണമെന്നില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത്. അപ്പം തന്നെ അത് കിളിച്ച് വന്നോളും. എല്ലാ അരി ഇതിനകത്തുനിന്ന് ഊരി ആ കുഴിക്കകത്തോട്ടങ്ങ് ഇട്ടതാണ്. ഇപ്പോൾ നമുക്ക് വേര് പോകാത്ത രീതിയിൽ ഇതിനെല്ലാം എടുക്കാം.
കത്തി ആഴത്തിലോട്ടിട്ടിട്ട് ഓരോ തൈ നമുക്ക് എടുക്കാം. പത്ത് കുഴിയാണ് അവിടെ എടുത്തിരിക്കുന്നത്. നമ്മൾ ഈ കുഴിയെല്ലാം നല്ലതുപോലെ വൃത്തിയാക്കിയതിന് ശേഷം ഓരോ തൈ എടുത്ത്, ഒരു തൈ മതി. കാരണം ഇത് വലിയ വെണ്ടയ്ക്ക ആയതുകൊണ്ട് നല്ലതുപോലെ വലുതായിട്ട് വരും. ഇപ്പോൾ 2 എണ്ണമൊക്കെ ഉണ്ടെങ്കിൽ പിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഒരെണ്ണമാകുമ്പോൾ നല്ല ഇഷ്ടം പോലെ വിസ്താരമായിട്ട് കിളിച്ച് വരികയും ചെയ്യും, നല്ലതുപോലെ കായും പിടിക്കും. വളരുന്നതിനനുസരിച്ച് ഇനി നമുക്കതിനകത്ത് വളം ഇട്ട് കൊടുക്കണം. നല്ലതുപോലെ ഉറപ്പിച്ച് കൊടുക്കാം. വലിയ കല്ലൊക്കെ ഉള്ളതങ്ങ് പറക്കി മാറ്റിയിട്ട് രാവിലെ വൈകുന്നേരം ഇതിനകത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ വൈകുന്നേരത്തെ സമയം വേണം നമ്മൾ തൈകളൊക്കെ നടാനായിട്ട്. രാവിലെയൊക്കെ നട്ടാൽ ഉണങ്ങിപ്പോകും. എപ്പോഴും അത് ശ്രദ്ധിക്കണം. അത് നല്ലതുപോലെ മണ്ണിനകത്തോട്ട് ഉറപ്പിച്ച് വയ്ക്കും. എല്ലാം നമുക്ക് ഇതേപോലെ നടാം. കുറച്ചും കൂടെ തൈ നിൽപ്പുണ്ട്. അത് മുറ്റത്ത് എവിടെയെങ്കിലുമൊക്കെ നടാം എന്ന് വിചാരിക്കുന്നു. നമ്മൾ തൈകൾ നട്ട് കഴിഞ്ഞു. കുറച്ച് വെള്ളം കൂടെ നമുക്ക് തളിച്ചു കൊടുക്കണം. ഒരുപാട് കുത്തനെ ഒന്നും കൊണ്ടൊഴിക്കേണ്ട കാര്യമില്ല. സ്വല്പം വീതം വെള്ളം തളിച്ചു കൊടുക്കുക. പിന്നെ വളരുന്നതിനനുസരിച്ച് നമുക്ക് വെള്ളത്തിൻ്റെ അളവ് കൂട്ടാവുന്നതാണ്. അതുപോലെ ഇനി ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇതിന് സ്വല്പം കൂടെ വളമൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു 4, 5, 6 ഇല പരുവൊക്കെ ആവും. അപ്പം വളരുന്നതനുസരിച്ച് നമുക്ക് വളവും വെള്ളവും കൂട്ടി കൊടുക്കണം. അപ്പം വെള്ളം അങ്ങനെ ചെറുതായിട്ടൊന്ന് തളിച്ചു കൊടുത്തിട്ട് വിടാം. അപ്പം വെള്ളം ചെറുതായിട്ട് തളിച്ചു കൊടുത്താൽ മതി. വെള്ളത്തിനൊക്കെ ക്ഷാമമൊക്കെ ആയിട്ടുണ്ട്, ചൂടൊക്കെ അല്ലേ. ചെറുതായിട്ടൊന്ന് തളിച്ചു കൊടുക്കാം, മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ ഉള്ളത്. കാരണം കൂടുതൽ പേരും ഇഷ്ടപ്പെടുന്നുണ്ട്. കാരണം കൃഷിയെ ഏറെ പേര് സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് യഥാസമയം വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ഞാൻ നന്ദി.